അമേരിക്കയുമായി ഉടഞ്ഞ ഉക്രൈൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. ഏത് നിമിഷവും റഷ്യൻ ആക്രമണം എവിടെയും പ്രതീക്ഷിച്ചാണ് ഉക്രൈൻ്റെ നിലനിൽപ്പ്. ഇതിന് കാരണം അമേരിക്ക ഉക്രൈന് നൽകിയ സാങ്കേതിക സഹായങ്ങളും മറ്റ് സംവിധാനങ്ങളുമെല്ലാം നിർത്തിവെച്ചതാണ്. റഷ്യൻ ബോംബർ വിമാനങ്ങളെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ കൂടി അമേരിക്ക നിർത്തലാക്കിയതോടെ ഉക്രൈൻ പ്രത്യാക്രമണമോ പ്രതിരോധമോ നടത്താൻ കഴിയാതെ വിഷമിക്കുകയാണ്. ട്രംപുമായി ഉടഞ്ഞ ഉടൻ തന്നെ റഷ്യ നടത്തിയത് 10-ലധികം മിന്നലാക്രമണങ്ങളായിരുന്നു. ഉക്രൈൻ വിലപേശൽ തന്ത്രത്തിനായി കാത്തുവച്ചിരുന്ന റഷ്യൻ അധീന കൂക്സ് മേഖലയിലായിരുന്നു റഷ്യ ഈ ആക്രമണങ്ങൾ അത്രയും നടത്തിയത്. ഇതോടെ കൂക്സിലെ 3 ഗ്രാമങ്ങൾ ഉക്രൈൻ്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കുവാനും റഷ്യക്ക് കഴിഞ്ഞു. 100 കണക്കിന് ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായും റഷ്യ അവകാശപ്പെടുന്നുണ്ട്. അമേരിക്ക ഇന്റലിജൻസ് സംവിധാനങ്ങൾ നിർത്തിവെച്ചതും ഉക്രൈന് തിരിച്ചടി തന്നെയാണ്. റഷ്യൻ സൈനിക സ്ഥാനങ്ങൾക്കെതിരെ ദീർഘദൂര ഇന്റർമീഡിയറ്റ് റേഞ്ച് സ്ട്രൈക്കറുകൾ നടത്തുവാനുള്ള ഉക്രൈനിൻ്റെ കഴിവിനെ ഇത് ദുർബലപ്പെടുത്തുകയാണ് സംഭവിച്ചത്. ഈ പ്രവർത്തനങ്ങൾ US രഹസ്യാന്വേഷണ ഡാറ്റയിൽ നിന്നുള്ള കൃത്യമായ ടാർഗറ്റിംഗ് വിവരങ്ങളെ വളരെയധികം ആശ്രയിച്ചിരുന്നതാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് വൈറ്റ് ഹൗസിൽ വെച്ച് സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സംഭാഷണം ചൂടേറിയ തർക്കത്തിലേക്ക് വഴിവെച്ചത്. ഇതിന് പിന്നാലെയാണ് ഉക്രൈനുള്ള സഹായങ്ങളും ഇന്റലിജൻസ് സംവിധാനങ്ങളും അമേരിക്ക നിർത്തലാക്കിയത്. ഇതിനിടെ സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സിസ്റ്റം താൻ ഓഫ് ചെയ്യുന്നു എന്ന മുന്നറിയിപ്പുമായി ട്രംപിന്റെ വിശ്വസ്തരും അമേരിക്കൻ വ്യവസായിയുമായ ഇലോൺ മസ്കും രംഗത്തെത്തി. ഉക്രൈൻ്റെ എല്ലാ കാര്യങ്ങളും സ്റ്റാർലിങ്ക് സിസ്റ്റത്തിൽ ലയിപ്പിച്ചതാണ്. ഉക്രൈനുള്ള സാറ്റലൈറ്റ് സംവിധാനം ഓഫ് ചെയ്താൽ അവർക്ക് പിന്നെ ഒന്നും നടക്കില്ല എന്നും ഉക്രൈൻ്റെ സൈനിക സംവിധാനങ്ങൾ മുഴുവൻ ആശ്രയിച്ചിരിക്കുന്നത് സ്റ്റാർലിങ്കിലാണെന്ന് ഓർമ്മ വേണമെന്നും തന്നെ വെറുപ്പിക്കരുത് എന്നും മസ്ക് ഉക്രൈന് മുന്നറിയിപ്പ് നൽകി. 2022 റഷ്യയുമായുള്ള സംഘർഷം രൂക്ഷമായതിനു ശേഷം സ്പേസ് എക്സ് ഉക്രൈനിയൻ സൈന്യത്തിന് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സഹായം നൽകി വരുന്നുണ്ട്. വർഷങ്ങളായി 40,000-ലധികം ടെർമിനലുകൾ വിതരണം ചെയ്യുകയും ഇതിനോടകം ചെയ്തു. ഈ സംവിധാനം ഉക്രൈനിയൻ സൈന്യത്തിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ ആർക്കിടെക്ചറിൽ ഒരു നിർണായക ഘടകമായി മാറിയതാണ്. കഴിഞ്ഞ ദിവസം സൗദിയുമായി നടത്തിയ ചർച്ചയിൽ ട്രംപ് ആവർത്തിച്ച് പറഞ്ഞത് ഇപ്പോഴും ഉക്രൈൻ അമേരിക്കയ്ക്ക് മേൽ വിശ്വാസ്യത തെളിയിച്ചിട്ടില്ല എന്നാണ്. ഇതോടെ ഭൂമി വിട്ടു നൽകാമെന്ന ഉക്രൈൻ്റെ നിർദ്ദേശം പതിയെ സ്വീകരിച്ചാൽ മതിയെന്ന നിലപാടിലേക്ക് അമേരിക്ക പോകുന്നു എന്നും വ്യക്തം. അതിനിടെ ക്രീമിയ തിരികെ വേണമെന്ന നിലപാടിൽ നിന്നും ഉക്രൈൻ പിന്നോട്ട് പോകണമെന്നും നാറ്റോ താൽപ്പര്യം ഉപേക്ഷിച്ച് നിയന്ത്രിത സൈന്യമുള്ള ഒരു രാജ്യം മാത്രമായി ഉക്രൈൻ തുടരണമെന്നും മോസ്കോയും വ്യക്തമാക്കി. അല്ലാതെ ഒരു രമ്യതയും വിഷയത്തിൽ ഉണ്ടാകില്ല എന്ന സൂചനയും മോസ്കോ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനിടെ റഷ്യയിലെ ഖേർസൺ മേഖലയിലെ വെലിക്കി കപ്പാനി പട്ടണത്തിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ സ്റ്റാളുകളിലേക്ക് ഞായറാഴ്ച ഉക്രൈൻ സൈന്യം നേരിട്ട് 2 ഹിമാർസ് റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി റീജിയണൽ ഗവർണർ വ്ളാഡിമിർ സാൾഡോ വ്യക്തമാക്കി. തിരക്കേറിയ ഒരു മാർക്കറ്റിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കൻ നിർമ്മിത ആയുധം ഉപയോഗിച്ചാണ് ഉക്രൈൻ ആക്രമണം നടത്തിയത്. ഇത്തരം ആയുധങ്ങൾ നേരത്തെ 2022 തന്നെ അമേരിക്ക ഉക്രൈന് നൽകിയിരുന്നു. ഇതുപയോഗിച്ച് സാധാരണക്കാർക്ക് നേരെയാണ് ഏറ്റവും കൂടുതൽ ഉക്രൈൻ ആക്രമണം നടത്തുന്നത് എന്നും റഷ്യ വ്യക്തമാക്കി. Waytonikah.com, the exclusive Muslim matrimonial site.